ധനബില്ല് പാസാക്കാൻ നിയമസഭ ഇന്ന് പാസാക്കുക വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ല്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ബില്ലും പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. പ്രവേശന പരീക്ഷകൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സമിതി ഇന്ന്. നീറ്റ് UG പുനഃപരീക്ഷയുടെ നടത്തിപ്പും ഭരണപരമായ കാര്യങ്ങളും ചർച്ചയാകും. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുക ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ R. സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ നടപടി. സുഗതനെ ജാമ്യത്തിലിറക്കാൻ ശ്രമം തുടർന്ന് BJP. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 2 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗർത്തം രൂപപ്പെട്ട ചേർത്തലയിലെ ദേശീയപാതയിൽ ഇന്ന് പരിശോധന. ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സന്ദർശിക്കും. ഗർത്തം ഉണ്ടായതിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നിർണായക രാഷ്ട്രീയ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. DMK സഖ്യം വിട്ട പാർട്ടികളെ അണിനിർത്തി പുതിയ സഖ്യത്തിന് വിജയ്. VCK, കോൺഗ്രസ്, CPM, CPI, ലീഗ്, MDMK പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. ഖത്തറിലെത്തിയ US ഇറാൻ പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടന്നില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾക്കായി കടുംപിടുത്തം തുടർന്ന് ഇറാൻ. ലോകകപ്പിൽ ജൈത്രയാത്ര തുടർന്ന് ഫ്രാൻസ്. എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിൽ സ്വീഡനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ. ഐവറി കോസ്റ്റിനെ തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിലേക്ക് എത്തി.